ഇത് എൻ്റെ മകളെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല. ജോലി നേടി പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വരുന്ന എല്ലാ കുട്ടികളുടെയും കാര്യമാണ്. ജോലിയെടുക്കുന്ന മനുഷ്യരെ അവഗണിച്ച് അവരെ പരിഗണിക്കുന്ന നിലയിലേക്ക് കമ്പനി മാറണം. അമിത ജോലിയെ മഹത്വവൽക്കരിക്കുന്ന തൊഴിൽ സംസ്കാരത്തെ തിരുത്താൻ കമ്പനി തയ്യാറാകണം. എൻ്റെ മകളുടെ മരണം പലർക്കുമുള്ളൊരു വേക്കപ്പ് കോളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമിത ജോലിഭാരം കാരണം ഹൃദയാഘാതം വന്ന് മരണപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മ സ്ഥാപന MDക്ക് അയച്ച കത്തിലെ വരികളാണിത്. തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റ്യൻ്റെ മരണം ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. അന്നയുടെ അമ്മ അനിത ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി MDക്ക് നൽകിയ കത്തും ഒപ്പം ചർച്ചയാകുന്നുണ്ട്. ഒരമ്മയുടെ അഗാധമായ ദുഃഖം ഹൃദയഭേദകമായ ആ വരികളിൽ നമുക്ക് കാണാനാകും. അനാരോഗ്യ തൊഴിലിടങ്ങളും അമിത ജോലിയെ മഹത്വവൽക്കരിക്കപ്പെടുന്ന ടോക്സിക് വർക്ക് കൾച്ചറും മനുഷ്യൻ്റെ ജീവനെടുക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് അന്ന. മാർച്ചിലാണ് അന്ന സെബാസ്റ്റ്യൻ പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. വെറും 4 മാസത്തിനിപ്പുറമാണ് അവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അന്നയുടെ മരണത്തിന് പിന്നാലെ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്ത് വരികയാണ്. അന്നയ്ക്ക് പലപ്പോഴും 18 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നിരുന്നുവെന്നും അവർക്ക് ഉറങ്ങാനായത് വെറും 4 മണിക്കൂർ മാത്രമാണെന്നും അന്നയുടെ സുഹൃത്ത് പറയുകയുണ്ടായി. സ്ഥാപനത്തിൽ തൊഴിൽ സമ്മർദ്ദം നിരന്തരമാണെന്നും ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി നൽകിയാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ മറ്റൊരു ജീവനക്കാരി കമ്പനി ചെയർമാൻ അയച്ച മെയിലിലും പറയുന്നുണ്ട്. സംഭവം ദേശീയ തലത്തിൽ ചർച്ചയായതോടെ കേന്ദ്ര സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പക്കൽ നിന്ന് എത്രത്തോളം കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുമെന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ബൂർഷ്വാ സംസ്കാരത്തിൻ്റെ പിൻഗാമികളാണ് തങ്ങളെന്ന മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ് ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റ് ബഹുരാഷ്ട്ര കമ്പനികളും. അവരവിടെ തൊഴിലാളികൾ മനുഷ്യരാണെന്നോ തൊഴിലെടുക്കുന്നതിനോടൊപ്പം തന്നെ വിശ്രമിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ടെന്നോ മനസ്സിലാക്കാറില്ല. ഓവർ ടൈം ജോലി എടുക്കുന്നത് നോർമലൈസ് ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷവും. 8 മണിക്കൂർ ജോലി എന്ന തൊഴിൽ നിയമമൊന്നും ഇവിടെ ബാധകമാകാറില്ല. ജോലിഭാരവും ഉറക്കമില്ലായ്മയും ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. മാനസികാരോഗ്യത്തിനായി ചികിത്സ തേടുന്നവരും ഗുളികകൾ കഴിക്കുന്നവരുമായ ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരുന്നതായാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഓരോ കമ്പനികളിലും ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നതാണ് നിയമം. എന്നാൽ പലയിടങ്ങളിലും അങ്ങനെയൊന്നുള്ളത് പേരിന് മാത്രമാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനും പലപ്പോഴും ഒരു സ്ഥാപനവും തയ്യാറാകാറില്ല എന്നതാണ് വസ്തുത. ക്ലോക്കിനൊപ്പം ഓടുക എന്നതാണ് കോർപ്പറേറ്റ് രീതി. ആ ഓട്ടത്തിൽ ഓടുന്ന മനുഷ്യരെക്കുറിച്ച് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കാറില്ല. അവരുടെ ലക്ഷ്യം ലാഭം മാത്രമാണ്. എല്ലാവിധ തൊഴിൽ മേഖലകളിലും വലിയ ചൂഷണങ്ങൾക്കാണ് ഓരോ തൊഴിലാളികളും വിധേയരാകുന്നത്. ഇങ്ങനെയുള്ളവ ഒഴിവാക്കാൻ നിയമങ്ങൾ എല്ലാ തൊഴിൽ മേഖലകളിലും ശക്തമാകേണ്ടതുണ്ട്. കൂടാതെ പല മുതലെടുപ്പുകൾക്കെതിരെയും തൊഴിലാളികൾ സംഘടിക്കേണ്ടതുമുണ്ട്. അന്നയുടെ അമ്മ പറയുന്നത് പോലെ ഇതൊരു വേക്കപ്പ് കോളാണ്. മുതലാളിത്ത ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു വേക്കപ്പ് കോൾ. മുതലാളിത്ത ധാർഷ്ട്യം പേറുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളോ അതിൻ്റെ തലപ്പത്തുള്ളവരോ ഒരു തിരുത്തലിന് തയ്യാറാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഒപ്പം ഇനിയൊരു അന്ന ഉണ്ടാകരുതെന്ന ഉറപ്പ് ഭരണകൂട സംവിധാനങ്ങൾ നൽകേണ്ട